CPM-ൽ സുധാകരൻ്റെ കാലം കഴിഞ്ഞു, സുധാകരൻ പുറത്താണ്. തോമസ് ഐസക്കിൻ്റെ കാലം കഴിഞ്ഞു, ഐസക്കിന് ഇനി ഒന്നും ചെയ്യാനില്ല. കെ ശൈലജ കണ്ണൂരിൽ നിന്ന് വരുന്നു, അവർക്കും എത്ര കണ്ടിട്ട് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. ജയരാജന്മാർ തമ്മിലടിച്ച് അവർക്ക് ഇനി ഭരണത്തിലൊന്നും വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയുന്നില്ല. ഈ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയന് 81 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ലേയർ ആര് എന്നൊരു ചോദ്യം CPM-നകത്ത് ഉരുണ്ട് കൂടുന്നുണ്ട്. ആ ലെയർ 3 പേരെ കേന്ദ്രീകരിച്ചിട്ടാണ് CPM-ൽ ആ ലെയർ പെർഫോം ചെയ്തിരിക്കുന്നത്. ഒന്ന് പി രാജീവാണ്. പി രാജീവ് അവിടെ ഗഫൂർക്കയുടെ കൂടെ തോറ്റുപോകും എന്നുള്ളതാണ് 3 റിപ്പോർട്ടും പറയുന്നത്. ഗഫൂർക്ക പണ്ട് കപ്പലിൽ ചാടി കടലിൽ ചാടി കപ്പലിൽ പോയതുപോലെ ഇപ്പം ഗഫൂർക്ക എറണാകുളത്ത് കളമശ്ശേരി ജയിക്കുകയും കളമശ്ശേരിയിൽ രാജീവ് തോറ്റുപോകുമെന്നാണ് ഞാൻ പറയുന്നതല്ല. ഗഫൂർക്ക ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. 3 റിപ്പോർട്ടുകൾ, സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ 3ൻ്റെ പേര് പറയാം, ഞാനിപ്പോൾ പറയുന്നില്ല. 3 സർവേ, കാരണം ഭരണത്തിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളിനെ അവരെ തല്ലിക്കൊല്ലണ്ട. 3 റിപ്പോർട്ടുകൾ വരുന്നത് രാജീവിക്ക തോറ്റുപോകും, ഗഫൂർക്ക ജയിക്കുമെന്നാണ്. MP രാജേഷ് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. തൃത്താലയിൽ അവിടെ അപ്പുറത്ത് നമ്മളെ VT ബൽറാം ജയിക്കാനാണ് സാധ്യത വരുന്നത്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും കൂടെ ജയിക്കാനാണ് സാധ്യത. ഐഷ പോറ്റി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഈ 3 പേരടക്കുന്നത് രാജീവ്, MP രാജേഷ്, ബാലഗോപാൽ, ഇവരാണ് അടുത്ത് മുഖ്യമന്ത്രിമാവാൻ പട്ടച്ചട്ട്. ഇവർ കൃത്യമായി ആരെ വെട്ടും? മുഹമ്മദ് റിയാസിനെ വെട്ടും, ഷംസീറിനെയും വെട്ടും. മുഹമ്മദ് റിയാസിനെയും വെട്ടി ഷംസീറും കൂടി ഇപ്പുറത്ത് നിന്നാൽ ശക്തി കൂടും. കണ്ണൂരിൽ നിന്നും കൂടി ഒരാൾ ഈ രാജീവ് സംവിധാനം മൂവർ സംഘത്തിൽ വന്നാൽ അപകടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ ഷംസീറിനെ വെട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരാളിനെ ഇപ്പോൾ എടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ആർക്ക്? ഈ ത്രിമൂർത്തികൾക്ക് പറ്റിയിട്ടില്ല. ഈ ചതുരംഗ 4 പേരായിരുന്നു അവർ, ഷംസീറും കൂടി അവരെ കൂടെ ആയിരുന്നു. പക്ഷേ ഷംസീറിനെ പിണറായി വെട്ടിയതോടുകൂടി 3 പേരായി ചുരുങ്ങി. ഈ 3 പേര് രാജീവിൻ്റെ ഒരു പിടിവാശിയായിരുന്നു. സ്വരാജിന് ഇപ്രാവശ്യം തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. അതുപോലെ കൊച്ചി മേയറായിരുന്ന അനിൽകുമാർ നല്ല യുവ നേതാവാണ്, വളരെ കൃത്യമായി ജയിക്കാൻ സാധ്യതയുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനും എറണാകുളത്ത് സീറ്റ് കൊടുത്തില്ല. ചിന്താ ജെറോം കുണ്ടറയിൽ ജയിക്കാനോ അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ നല്ല മത്സരം വാഴക്കൊലയിലൊക്കെ PhD ഒക്കെ ചെയ്തതുകൊണ്ട് കുണ്ടറയിൽ വാഴ കർഷകരൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നല്ലൊരു ഫൈറ്റ് നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ കുണ്ടറയിൽ കൊടുത്തില്ല. ആർഷോ കൊടുത്തില്ല. അതുപോലെ DYFI-യുടെ SFI-യുടെ നിരവധി നേതാക്കൾക്ക് ഈ ത്രിമൂർത്തി സംഘം ഇടപെട്ടുകൊണ്ട് കൊടുക്കാതിരുന്നിട്ടുണ്ട്. അതിന് പിണറായി വിജയൻ മറ്റൊരു വേല കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ സംഘത്തിലേക്ക് ആളെ കൂട്ടണ്ട എന്നൊരു കളിയും കളിച്ചിട്ടുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയിൽ രാജീവിൻ്റെ കളിയാണ് നടന്നിരിക്കുന്നതെന്നും പാലക്കാട് രാജേഷിൻ്റെ കളി നടന്നിട്ടുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ ബാലഗോപാലിൻ്റെ കളി നടന്നിട്ടുണ്ടെന്നും വളരെ കൃത്യമായ ചർച്ചകളാണ് CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ രസകരമായ ഒരു രാഷ്ട്രീയമാണ്. പഴയ കാലത്ത് CPM-ൽ അങ്ങനെ ഇല്ലായിരുന്നു. ഒരാളിനെ മറ്റൊരാൾ വെട്ടിക്കയറി വരിക. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിണറായി ഗ്രൂപ്പ്, അച്യുതാനന്ദൻ ഗ്രൂപ്പ്, നയനാർ ഗ്രൂപ്പ്, CITUവിൻ്റെ ബാലാനന്ദൻ്റെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ പിന്നെ അങ്ങനെ DYFI-ക്കാരുടെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അത് പക്ഷേ ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയമൊന്നും ആയിരുന്നില്ല. പക്ഷേ അത് മാറി ഇപ്പോൾ വ്യക്തികൾ, അടുത്ത ആര് മുഖ്യമന്ത്രി, ആര് അല്ലെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ ഉടനെ അല്ല, ഇപ്പോൾ UDF വന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി കഴിഞ്ഞാൽ ആരെന്നൊരു ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അപ്പോൾ അതേസമയം അങ്ങനെ അല്ലല്ലോ. രാഷ്ട്രീയക്കാർ എപ്പോഴും കാണുന്നത് രാജീവായാലും MP രാജേഷ് ആയാലും
ബാലഗോപാലായാലും രാഷ്ട്രീയത്തിൽ അവരെപ്പോഴും കാണുന്നത് ഒരു 10 വർഷം 20 വർഷം 25 വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നാളെ UDFൻ്റെ ആരെങ്കിലും അല്ല LDFൻ്റെ ഏതെങ്കിലും മന്ത്രിസഭ ഏതെങ്കിലും ഒരു കാലത്ത് നാളെ വന്നാലും ആ സമയത്ത് ആരാണ് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ ഞങ്ങളാകണം എന്ന് പറയുന്ന ഒരു ത്രിമൂർത്തി സംഗമം കേരളത്തിൽ ഈ 3 നേതാക്കൾ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ മുളയിലെ പിണറായി നുള്ളിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാലഗോപാൽ കൂടി തോറ്റുപോയാൽ ഒരുപക്ഷെ ബാലഗോപാൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ വെച്ചുകൊണ്ട് ബാലഗോപാലും അവിടെ തോറ്റ്, രാജീവും എറണാകുളത്ത് തോറ്റ്, കളമശ്ശേരിയിൽ തോറ്റ്, തൃത്താലയിൽ MP രാജേഷൻ തോറ്റാൽ ഈ ചലനം പിന്നെ ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും CPMനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതിനിടയിൽ മറ്റൊരു രസകരമായ കാര്യം, പ്രകാശ് കാരാട്ടോ അതുപോലെ തന്നെ MA ബേബി അടക്കമുള്ള ആളുകൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സജീവമാകുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സുധാകരനെതിരെ ഒന്നും വർത്തമാനം പറയാൻ MA ബേബി പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാം പിണറായി വേഴ്സസ് പിണറായി, പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ അവസാനിക്കുന്നു. പിണറായി ചാനലുകൾക്കും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകൾക്കും പത്രങ്ങൾക്കും എല്ലാ ദിവസവും ബൈറ്റ് കൊടുക്കുകയാണ്. അതായത് പ്രളയ സമയത്തും ഈ കൊറോണ വന്ന സമയത്തും എല്ലാ ദിവസവും ബൈറ്റ് കൊടുത്തതുപോലെ എല്ലാ ദിവസവും ആര് ബൈറ്റ് ചോദിച്ചാലും ബൈറ്റ് കൊടുക്കുന്ന, നമ്മളും പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈറ്റ് എടുക്കാം. എല്ലാവർക്കും ബൈറ്റ് കൊടുക്കുന്ന, എല്ലാവർക്കും ഈ പ്രചരണത്തിൻ്റെ അതൊരു അഡ്വർടൈസ്മെൻറ്റ് മോഡലിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രശ്നം മുഖ്യമന്ത്രി മാത്രമാണ് എന്നുള്ളതാണ്. പാർട്ടി സംവിധാനം ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ഗുരുതരമായ കാര്യമാണ്. അതിനിടയിലാണ് ഞാനീ പറഞ്ഞ രാജീവിൻ്റെയും നമ്മുടെ ബാലഗോപാലിൻ്റെയും MP രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ത്രിമൂർത്തി സംഗമം അതിനിടയിൽ കൂടി പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാനും അടുത്ത തലമുറ എന്നുള്ള നിലയിൽ വളർന്നു വരുന്നത്. ഇതിൽ അവർ വെട്ടിയിരിക്കുന്നത് M സ്വരാജ് അടക്കമുള്ള ആളുകളെ വെട്ടിയിട്ടുണ്ട്. പക്ഷേ MB ഗോവിന്ദൻ മാഷിന് ഇതിൻ്റെ ചില സൂചനകൾ കിട്ടിയത് കൊണ്ട് M സ്വരാജിന് ചിലപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട നിലയിലേക്ക് പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വലുതാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ വീണ്ടും ആരാണ് മുഖ്യമന്ത്രി, ഇതിന് അടുത്ത ലെവൽ നേതാക്കൾ ആരാണെന്നുള്ളത് വീണ്ടും ചർച്ച വരും, വീണ്ടും പ്രശ്നങ്ങൾ വരും. ഷംസീറോ അല്ലെങ്കിൽ M സ്വരാജിനെ പോലുള്ള ആളുകൾ, ഷംസീറിനെ പോലുള്ള ആളുകളെയൊക്കെ നേതൃത്വ രംഗത്ത് കൊണ്ടുവന്നാൽ, പാർട്ടി രംഗത്തിലേക്ക് കൊണ്ടുവന്നാൽ M രാജീവ് അടക്കമുള്ള ആളുകൾക്ക് വീണ്ടും ബുദ്ധിമുട്ടാവും. പാർലമെൻ്ററി രംഗത്തേക്ക് അല്ലെങ്കിൽ പാർട്ടി രംഗത്തേക്ക് കൊണ്ടുവന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് ഇവരെ വെട്ടും. അങ്ങനെയുണ്ടല്ലോ, അവിടെ ഇരുന്നുകൊണ്ട് പാർട്ടി, കാരണം പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ എല്ലാം പിണറായി തീരുമാനിക്കുന്ന കഥയുള്ളൂ. പിണറായി വിജയയുടെ കാലശേഷം പാർട്ടിക്ക് വീണ്ടും പഴയതുപോലെ പാർട്ടിയുടെ പാർലമെൻ്ററി സമിതിക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടും. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിന്, അതായത് നമ്മുടെ AKG സെൻറ്ററിലെ പാർട്ടി സെക്രട്ടേറിയറ്റിന്, പാർലമെൻ്ററി സമിതിക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടും. പിണറായിയുടെ കാലത്ത് അത് കിട്ടത്തില്ല. എല്ലാം പിണറായി തീരുമാനിക്കും, പിണറായി ഓർഡർ ഇടും, പിണറായി ഇംപ്ലിമെൻ്റ് ചെയ്യും, പിണറായി അതിൻ്റെ ബെനിഫിറ്റ് എടുക്കും. വേറൊരാളിനും അവിടെ ചോദ്യമില്ല. ചില മുതലാളിമാരെല്ലാം ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. വേറെ അവിടെ ഒരുപാട് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ടാവും കമ്പനിയിൽ. പക്ഷെ എല്ലാം അവസാനം ഫൈനലായിട്ട് വരുന്ന ഡിസിഷൻ, ഫയലിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി, ഫൈനൽ ഡിസിഷൻ ഇവിടെ നിന്ന് വന്നോളും, മുകളിൽ നിന്ന് വരും. അത് മുതലാളിയുടെ ഡിസിഷനുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ട് താഴെ ഡിസിഷൻ എടുക്കാൻ ഡെലിഗേഷൻ ഓഫ് പവർ ആർക്കും കൊടുത്തിട്ടില്ലാത്ത മുതലാളിമാരുണ്ട്. അതുപോലെയാണ് അങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളിയാണ് പിണറായി വിജയൻ. ഒരാളിനൊരു അധികാരവും കൊടുത്തിട്ടില്ല. സകല അധികാരവും, അത് മന്ത്രിമാരുടെ അധികാരമാകട്ടെ, പാർട്ടിയുടെ അധികാരമാകട്ടെ, ഗവൺമെൻറ് എല്ലാ അധികാരവും ഞാൻ തീരുമാനിക്കും, എൻ്റെ ഓഫീസ് തീരുമാനിക്കും, ഞാൻ പറയും, നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. അതിന് മാറ്റം വരും തീർച്ചയായിട്ടും. പിണറായിയുടെ ഒരു കാലം കഴിയുമ്പോൾ മാറ്റം വരുമല്ലോ. തോറ്റാലും മാറ്റം വരും, ജയിച്ചാലും മാറ്റം വരും. ആ നടക്കുന്ന യുദ്ധത്തിൽ അടുത്ത നിരയായി കയറി വരുന്നത് 2 ഗ്രൂപ്പാണ്. പക്ഷേ 2 ഗ്രൂപ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഗ്രൂപ്പ് രാജീവിൻ്റെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ധനഗോപാലിൻ്റെയും അപ്പുറത്ത് MP രാജേഷിനാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഗഫൂർക്കയോടും ഒരാൾ വനിതയോടും ഐഷ പോറ്റിയോടും മറ്റൊരാൾ അപ്പുറത്തും തോറ്റുപോയാൽ തീർച്ചയായും ഈ കളി മാറും. വീണ്ടും രാഷ്ട്രീയ സമവാക്യം ഒന്നുകൂടി കീഴ്മേൽ മറിയും. നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് May 4 കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അവലോകന ചർച്ചകൾ നടത്തണം. കേരള രാഷ്ട്രീയത്തിൽ ആരൊക്കെ വാഴും, ആരൊക്കെ വീഴും, ഏതൊക്കെ പാർട്ടികൾക്ക് എന്തൊക്കെ സംഭവിക്കും.